പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമണിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം ഏകോനവിംശോധ്യായ 19ാമത്തെ അധ്യായം. ശ്രീചോവാച ഇതി വൈരോചനേർവാക്യം ധർമ്മയുക്തം സസൂനൃതം നിശമ്യ ഭഗവാൻ പ്രീത പ്രത്യനന്ത്യേതമബ്രവീൽ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, വൈരോചനെ ഇതി ധർമ്മയുക്തം സസൂനൃതം വാക്യം. അതായത് വൈരോചനി എന്ന് പറഞ്ഞാൽ വിരോചനൻ്റെ പുത്രനായിട്ടുള്ള, അതായത് ബലിയുടെ ഇപ്രകാരമുള്ള ധർമ്മപരവും സസൂനൃതം സത്യസന്ധവും കേൾക്കാൻ സുഖകരവുമായിട്ടുള്ള വാക്യത്തെ നിശമ്യ കേട്ടിട്ട് പ്രീത സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ വാമനമൂർത്തി പ്രതിനന്ദ്യ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ട് ഇതം അബ്രവീൽ ഇപ്രകാരം അരുളി. എന്താണ് മഹാബലി പറഞ്ഞത്? എന്താ വേണ്ട വെച്ചാൽ ചോദിച്ചോളൂ, അങ്ങയ്ക്കാണ് അരിഹത്തമനാണ്, അങ്ങയ്ക്കാണ് എല്ലാം തരേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള മഹാബലിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഭഗവാൻ പറയാൻ തുടങ്ങിയത്. ശ്രീ ഭഗവാൻ വജസ്തവേ ഇതൽ ജനദേവ സൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം യസ്യ പ്രമാണം ഭൃഗവ സാംബരായേ പിതാമഹ കുലവൃദ്ധ പ്രശാന്ത. ശ്രീ ഭഗവാൻ പറയുകയാണ്, ഈ ജനദേവ അല്ലയോ രാജൻ, തവ ഏതൽ വച അങ്ങയുടെ ഈ വാക്ക് സൂനൃതം നല്ല സത്യമാണ്, അത് മതി കേൾക്കാൻ നല്ല ശ്രവണ മധുരമായിട്ടുള്ളതാണെന്ന് പറയുകയാണ്. കുലോചിതം പിന്നെ അങ്ങയുടെ വംശത്തിൻ്റെ മഹിമയ്ക്ക് ചേർന്നതാണ്. ധർമ്മയുതോപ്പം തന്നെ ധർമ്മസഹിതമാണ്. യശസ്കരം കീർത്തിക്കും ഹേതുവുമാണ്, ഹേതു കാരണമായിട്ടുള്ളതാണെന്ന് പറയുകയാണ്. കാരണം യസ്യ യാതൊരു ഭവാന് ഭൃഗവ ഈ ഭൃഗുവംശജരും സാമ്പരായ, അതായത് ലൗകിക കാര്യങ്ങളിൽ അങ്ങയ്ക്ക് ഉപദേശം തരുന്ന ആരാണ്? ഈ ശുക്രാചാര്യ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അതേമാതിരി സാമ്പരായെ പരലോക കാര്യങ്ങൾക്ക് ആരാ അങ്ങയ്ക്ക് മാർഗം? പ്രശാന്ത കുലവൃദ്ധ പിതാമഹ പ്രമാണം, അതായത് ശാന്തനും കുടുംബത്തിൽ വൃദ്ധനായും ഇരിക്കുന്ന അങ്ങയുടെ ആ മൂത്തച്ഛനും മാർഗദർശികൾ അത്രയും. അതായത് ലൗകിക വിഷയങ്ങളിൽ ശുക്രാചാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അനുഗ്രഹവും ഉപദേശമുണ്ട്. പിന്നെയോ ആ ആധ്യാത്മിക മാർഗത്തിൽ ആ മുത്തച്ഛനായിട്ടുള്ള പ്രശാന്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ആ മാർഗവും ഉപദേശമുണ്ട്. പിന്നെ പരിഭ്രമിക്കാണ്ടോ ചോദിക്കുകയാണ്, അങ്ങ് എത്ര യോഗ്യനായിരിക്കണം? നഹ്യേതസ്മിൻ കുലേ കശ്ചിൽ നിസ്സത്വ കൃപണ പുമൻ പ്രത്യാഖ്യാത പ്രതിശ്രുത്യ യോ വാദാദ്വിജാതയേ. പറഞ്ഞില്ലേ, എന്താ വേണ്ട വെച്ചാൽ തരാന്ന് പറഞ്ഞില്ലേ. ആ ത്യാഗമനസ്ഥിതിയെ ഒന്ന് പ്രകീർത്തിക്കുകയാണ്. ഏതസ്മിൻ കുലേ ഈ വംശത്തിൽ നിസ്സത്വ സാത്വികതയില്ലാത്തവനോ ദ്വിജാതയെ ബ്രാഹ്മണനോട് പ്രതിശ്രുത്യ പ്രതിജ്ഞ ചെയ്തിട്ട് അത് ദാനം ചെയ്യാത്തവനോ പ്രത്യാഖ്യാത തരില്ലെന്ന് പറഞ്ഞ് നിരാകരിച്ചവനോ കൃപണവലുബ്ധനായിട്ടോ ആയിട്ട് ഈ കശ്ചിൽ പുമാൻ ആരെങ്കിലും ഒരുവൻ നഹി ഇല്ല തന്നെ. ഈ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാണ്. എല്ലാവരും ഒന്നിനൊന്ന് ശ്രേഷ്ഠന്മാരാണ് എന്ന് പറയണം. ന സന്ധി തീർത്ഥേ യുധി ചാർത്ഥിനാർത്ഥിത പരമുഖായേ ത്വമനസ്വിനോ നൃപാ യുഷ്മൽകുലേ യൽ യശസാമലേന പ്രഹ്ലാദ ഉദ്ഭാവി യഥോടുവഖേ. തീർത്ഥേ യജ്ഞാവസരത്തിലും യുധിച്ച അതേപോലെ യുദ്ധകാലത്തിലും അർത്ഥിന അർത്ഥിത ആവശ്യക്കാരനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവരായിട്ട് പരാമുഖ അവരോട് വിമുഖത കാണിക്കുന്ന അമനസ്വിന, അതായത് നല്ല മനസ്സില്ലാത്തവരായിട്ടുള്ള രാജാക്കന്മാർ ഏതു ആരും തന്നെ യുഷ്മൽ കുലേ എന്ന സന്ധി അങ്ങയുടെ വംശത്തിൽ ഉണ്ടായിട്ടില്ല.
അമലേന യശസ കാന്ത അങ്ങയുടെ വംശത്തിൻ്റെ മഹത്വം എന്തുകൊണ്ടാണ്? അമലേന യശസ നിർമ്മലമായിട്ടുള്ള യശസ് കൊണ്ട് യസ്മിൻ ഈ കുലത്തിൽ ആരാണ്? ഉടുപയഥാ പ്രഹ്ലാദ ഉദ്ഭാവി ആ ആകാശത്തിലെ ചന്ദ്രൻ എന്ന പോലെ പ്രഹ്ലാദൻ ഈ കുലത്തിലാണ് ജനിച്ചത്. അതുമാതിരി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അത്ര ശ്രേഷ്ഠാണ് അങ്ങയുടെ കുലം. യഥോ ജാതോ ഹിരണ്യാക്ഷ ചരണ്യേകൈമഹിം പ്രതിവീരം ദിഗ്വിജയേ നാവിന്ദഗതായുധ അങ്ങയുടെ കുലത്തിൽ ജനിച്ചിട്ടുള്ള എങ്ങനെയാണ് ദിഗ്വിജയത്തിൽ ഗതായുധധാരിയായിട്ട് ഏകനായിട്ട് ഇമാം മഹീം ചരൺ ഈ ലോകമാകമാനം സഞ്ചരിച്ചിട്ടും യാതൊരു വംശത്തിൽ ജനിച്ചവനായ ഹിരണ്യാക്ഷൻ പ്രതിവീരം നാവിന്ദത തനിക്ക് തക്കതായിട്ടുള്ള എതിരാളിയെ കണ്ടില്ല എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠനായിരുന്നു ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞുള്ള അങ്ങയുടെ മുതുമുത്തച്ഛൻ. യം വിനിർജിത്യ കൃച്ഛ്രേണ വിഷ്ണു ക്ഷ്മോദ്ധാരാഗതം മാനം ജൈനം മേനേ തദ്വീര്യം ഭൂര്യനുസ്മരൻ. ശരിയാണ്, മഹാവിഷ്ണു അദ്ദേഹത്തിനെ വധിച്ച് പരാജയപ്പെടുത്തുക ചെയ്തു. എങ്കിൽ ഇപ്പോൾ ക്ഷമോദ്ധാരി ഭൂമിയെ പൊക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ആഗതം യം കൃച്ഛ്രേണ വിരർജിത്യ എന്നാണ് നേരിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിനെ ആ ഭൂമി പൊക്കിയെടുക്കുന്ന സമയത്ത് നേരിട്ട് എതിർക്കാൻ വന്നുള്ള അദ്ദേഹത്തിനെ വളരെ ക്ലേശിച്ച് പരാജയപ്പെടുത്തി മഹാവിഷ്ണു. എങ്കിലും ഭൂരി തദ്വീര് അളവറ്റ അവൻ്റെ ആ പരാക്രമത്തെ അനുസ്മരൻ വീണ്ടും ഓർമ്മിച്ചു കൊണ്ടിരുന്ന വിഷ്ണു ഭഗവാൻ ആത്മാനം ജൈനം നമേന് തനിക്ക് അതൊരു ജയമായിട്ട് കരുതിയില്ല പറയാണ്. ഒരുവിധം ബുദ്ധിമുട്ടി അങ്ങോട്ട് ഇതിനെ വധിച്ചു മാത്ര വളരെ ശ്രേഷ്ഠനായിരുന്നു ഹിരണ്യാക്ഷൻ. നിശമ്യതത്വതം ഭ്രാത ഹിരണ്യകശിപു പുരാ ഹന്തും ഭ്രാതൃഗണം ക്രുദ്ധോ ജഗാമനിലയം ഹരേ. അതേമാതിരി തന്നെ പണ്ട് ഭ്രാത ഹിരണ്യകശിപു ഈ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായുള്ള ഹിരണ്യകശിപു തദ്വധം നിശമ്യ തൻ്റെ സഹോദരൻ്റെ വധത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ക്രുദ്ധ കോപാക്രാന്തനായിട്ട് ഭ്രാതൃഗണം ഹന്തും ആ ഭ്രാതാവിൻ്റെ ഘാതകനെ വധിക്കാൻ വേണ്ടിയിട്ട് ഹരേ നിലയം ജഗാമ ഹരിയുടെ ആസ്ഥാനത്തേക്ക് ആയുധം കൊണ്ടാണ് പോയി എന്ന് പറയുകയാണ്. തമായാന്തം സമാലോക്യ ശൂലവാണിം കൃതാന്തവൽ ചിന്തയാമാസ കാലജ്ഞോ വിഷ്ണു മായാവിനം വരാ. ഭഗവാൻ തന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കാലത്തെ പറ്റി അറിയുന്നവനും മായാവിനാം വര മായാവികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹാവിഷ്ണു കൃതാന്തവൽ ശൂലവാണിം ആയാന്തം അന്തകനെ പോലെ ശൂലവും ധരിച്ച് തൻ്റെ നേർക്ക് വരുന്ന തം സമാലോക്യ അവനെ കണ്ടിട്ട് ഹിരണ്യകശിപുവിനെ കണ്ടിട്ട് ചിന്തയാമാസ ചിന്തിച്ചു പോയി എന്നാണ് ഭഗവാൻ. മഹാവിഷ്ണു പോലും പരിഭ്രമിച്ചു എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത്. യഥോഹം തത്രാസോ മൃത്യു പ്രാണഭൃതാമിവ അതോഹമസ്യ ഹൃദയം പ്രവേക്ഷ്യാമി പരാദൃശ. അഹം ഞാൻ എവിടെയൊക്കെ പോണു തത്ര അവിടെയെല്ലാം പ്രാണഭൃതാം അസൗ ഈ ജീവജാലങ്ങളുടെ പുറകെ ഇവനും ഉണ്ടെന്ന് പറയണം. അതിനാൽ അഹം പരാഗ്രഹ ഞാൻ എങ്ങനെയാണ് പുറംഭാഗം മാത്രം കാണുന്ന അസ്യ ഇവൻ്റെ ഹൃദയം പ്രവേശിക്കുകയാണെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. ആര്? മഹാവിഷ്ണു. അതായത് പുറത്ത് എവിടെ പോയാലും ഇവൻ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഒന്നും കാര്യം മനസ്സിലായി, ഇവൻ പുറത്തേക്ക് മാത്രമേ നോക്കുള്ളൂ, ഉള്ളിലേക്ക് നോക്കുന്നില്ല. അതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ പോയിട്ട് പോയിട്ടാണ് വിളിക്കാമെന്ന് മഹാവിഷ്ണു തീരുമാനിച്ചു. ഏവം സനിശ്ചിത്യ രിവോ ശരീരം ആധാവതോ നിർവിവിശേ സുരേന്ദ്ര ശ്വാസാനിലാന്തർഹിത സൂക്ഷ്മദേഹ തൽപ്രാണരന്ധ്രേണ വിവിഘ്നചേത. ഇങ്ങനെ ഏവം സനിശ്ചിത്യ ഇപ്രകാരം തീരുമാനിച്ചിട്ട് ഹേ അസുരേന്ദ്ര ബലിയോട് പറയണം ഭഗവാൻ. വിവിഘ്നചേത സ വിറയൽ പൂണ്ട മനസ്സോടുകൂടിയിട്ടുള്ള അദ്ദേഹം, അതായത് മഹാവിഷ്ണു തന്നെ പറയണേ എന്താണ്? തൽ പ്രാണരന്ധ്രേണ അവൻ്റെ മൂക്കിൻ്റെ ഉള്ളിലൂടെ ശ്വാസാനില അന്തർഹിത സൂക്ഷ്മദേഹ അവൻ്റെ ശ്വാസത്തോട് കൂടിയിട്ട് ഒരു ചെറിയ സൂക്ഷ്മ രൂപത്തിൽ ആ ഉള്ളിലങ്ങോട്ട് കയറിയിട്ട് ഓടിയണയുന്ന രീപോ ശരീരത്തിൽ തന്നെ ആക്രമിക്കാൻ വധിക്കാൻ വന്ന ശത്രുവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആദ്യം അവൻ്റെ ശ്വാസത്തിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് പോയി വിളിച്ചു എന്ന് പറയുകയാണ്.
സ തന്നികേതം പരിമൃശ്യ ശൂന്യം അവശ്യമാന കുപിതോ നനാദ ക്ഷ്മാം ദ്യാം ദിശഖം വിവരൻ സമുദ്രൻ വിഷ്ണും വിജിന്വൻ നദദർശ വീര. വീര സവീരനായിട്ടുള്ള ഹിരണ്യകശിപു ശൂന്യം തന്നികേതം വൈകുണ്ഠത്തിലേക്ക് കയറി ചെന്നപ്പോഴല്ലേ അവിടെ ഭഗവാൻ ഒളിച്ചിട്ട് ഇവൻ്റെ ഹൃദയത്തിൽ പോയത്. അപ്പോൾ അവിടെ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാനില്ല. അപ്പോൾ ചുറ്റി തിരിഞ്ഞിട്ട് അവശ്യമാന അവിടെയൊന്നും കാണാതെ കുപിത കോപത്തോടെ നനാദ ഉറക്കെ കണ്ട അട്ടഹസിച്ചു വന്നിട്ട് ക്ഷ്മാം ദ്യാം ദിശ ഭൂമിയിലും സ്വർഗത്തിലും അഷ്ടദിക്കുകളിലും ഖം വിവരാൻ ആകാശം അധോലോകങ്ങളെ സമുദ്രങ്ങള് ഇവിടെ എല്ലാം പരതിയിട്ടും വിജിന്വൻ വിഷ്ണു എന്ന് ദദർശ വിഷ്ണുവിനെ കണ്ടില്ല. വിഷ്ണുവിനെ എവിടെയില്ലേ, പുറത്തല്ല, അവൻ്റെ ഉള്ളിലാണുള്ളത്. അത് മനസ്സിലാക്കിയില്ല. അത് ആ പുറത്തൊക്കെ തെരഞ്ഞു കണ്ടില്ല എന്ന് പറയുകയാണ്. അവശ്യന്നിധിഹോവാച മയ അന്വിഷ്ടമിതം ജഗൽ ഭ്രാതൃഹാമേകതോ നൂനം യഥോ നാവർത്തതേ പുമാൻ. അങ്ങനെ എവിടെയും കണ്ടു കിട്ടാതെ അപശ്യൻ ഇതി ഉവാച ഇപ്രകാരം പറയുകയും ചെയ്തു. എന്താണ്? മയാ ഇതം ജഗൽ അന്വിഷ്ടം. അതായത് ഞാൻ ഈ ആകമാനം ഇവനെ തെരഞ്ഞു. തീർച്ച പോയി അവൻ എവിടെയോ പോയി ഒളിച്ചിട്ടുണ്ട്. യാതൊരിടത്തു നിന്നാണോ കാരണം ഇനി മടങ്ങി വരാതിരിക്കുക. അവൻ എവിടേക്കോ ഇനി തിരിച്ചു വരാത്ത രീതിയിൽ എവിടേക്കോ പോയിട്ടുണ്ട്. കാരണം മേ ഭ്രാതൃക നൂനം, അവൻ അതായത് ഇനി എൻ്റെ സഹോദരനെ കൊന്നവനാണെങ്കിൽ കൂടിയിട്ട് അവൻ ഇനി തിരിച്ചു വരാൻ പാടില്ല. എന്നെ പേടിച്ച് അവൻ എൻ്റെ നോട്ട ദർശനം കിട്ടി ഉടനെ അവൻ പേടിച്ച് ഓടി ഒളിച്ചിരിക്കണു എന്ന് പറഞ്ഞിട്ട് എന്താണ് വൈരാനുബന്ധ ഏതാവാൻ ആമൃത്യോരിഹദേഹിനാം അജ്ഞാന പ്രഭവോ മന്യു അഹം മാനോപബൃംഹിത. ഈ ലോകത്തില് ദേഹിനാം വൈരാനുബന്ധ, ഈ ജീവികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരവും ശത്രുതയുടെ അവധി എത്രയേ ഉള്ളൂ? ആമൃത്യോ, മരണം വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആര് ശത്രു ആര് ബന്ധു. അതുകൊണ്ട് മാത്രം അത് മഞ്ഞു കോപം എന്നത് അജ്ഞാനപ്രഭ. കോപം എന്നുള്ളത് എന്താണ്? അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അഹമ്മാനോ അഹംഭാവത്താൽ പുഷ്ടിപ്പെടുത്തപ്പെടുന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? തൽക്കാലം അവൻ തെരച്ചിൽ അങ്ങനെ നിർത്തി. കാരണം ഇനി ഭഗവാനെ തെരഞ്ഞിട്ട് കാര്യമില്ല, വിഷ്ണുവിനെ തെരഞ്ഞിട്ട് വിഷ്ണു പോയി എവിടെയോ പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തെരച്ചിൽ നിർത്തി എന്ന് പറയുകയാണ്. ഇനി അപ്പോൾ മുതുമുത്തശ്ശന്മാരുടെ കാര്യം പറഞ്ഞു ഒരു കേമത്വം. ഇനി പിതാ പ്രഹ്ലാദപുത്രസ്തേ തദ്വിദ്വാൻ വികവത്സല സ്വമായുർദ്വിജലിംഗേഭ്യോ ദേവേഭ്യോ ദൽസയാജിത. പ്രഹ്ലാദനെ പറ്റി ഒന്നും പറയാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇനി ആ പ്രഹ്ലാദൻ്റെ പുത്രൻ പിതാ പ്രഹ്ലാദപുത്രസ്തേ, പ്രഹ്ലാദൻ്റെ പുത്രനായിട്ടുള്ള അങ്ങയുടെ അച്ഛൻ എങ്ങനെയാണ്? തദ് വിദ്വാൻ, അതറിയുന്നവനും എങ്ങനെയാണ്? ബ്രാഹ്മണ ഭക്തനുമായിട്ടുള്ള ആ വിരോചനൻ ദ്വിജലിംഗ ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന ദേവേഭ്യ, ദേവന്മാരെ ഒരിക്കലും ബ്രാഹ്മണന്മാരെ വലിയ ബഹുമാനാണ്, വാത്സല്യമാണ് ഇദ്ദേഹത്തിന്. അവർ എന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വിരോചനം അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന ദ്വിജലിംഗേഭ്യ ദേവേഭ്യ, ദേവന്മാർക്കായിക്കൊണ്ട് സ്വം ആയു, തൻ്റെ ആയുസ്സിനെ അവർ യാചിത, അവരെ യാചിക്കപ്പെട്ടവരായിട്ട് അത് ദാനം ചെയ്തു. അറിഞ്ഞുകൊണ്ട് ദാനം ചെയ്തു എന്നാണ് മനസ്സിലായി. ദേവേന്ദ്രൻ വേഷം വെട്ടി കെട്ടി വന്നിരിക്കുകയാണെന്നെങ്കിൽ കൂടി ആ ബ്രാഹ്മണ വേഷം കിട്ടി വന്നത് കാരണം ബ്രാഹ്മണരോടുള്ള വാത്സല്യവും ബഹുമാനവും കാരണം തൻ്റെ ആയുസ്സിനെ തന്നെ അവർക്ക് ദാനം ചെയ്തു അങ്ങയുടെ അച്ഛൻ. അപ്പം അത്ര ശ്രേഷ്ഠനാണ് അദ്ദേഹം. പിന്നെയോ ഭവാൻ ആചരിതന്ധർമാൻ ആസ്ഥിതോ ഗൃഹമേദിവി ബ്രാഹ്മണൈ പൂർവജൈ ശൂരൈർ അന്യൈശ്ചോദ്ദാമകീർത്തിവി. ആ ഗൃഹമേദിവി ബ്രാഹ്മണൈ ശൂരൈ പൂർവജൈ, ഗൃഹസ്ഥന്മാരായിട്ടുള്ള ബ്രാഹ്മണരാലും ശൂരന്മാരായ പൂർവികരാലും ഉദ്ദാമകീർത്തിവി, അളവറ്റ കീർത്തിമാന്മാരായ അന്യയിച്ച മറ്റുള്ളവരാലും ആചരിക്കപ്പെട്ട ധർമ്മങ്ങളെ എല്ലാം ഭവാൻ അങ്ങും പരിപാലിച്ചു വരുന്നു എന്ന് പറയുകയാണ്. തസ്മാൽ ത്വത്തോ മഹീം ഈശൽ വൃണേഹം വരദർഷവൽ പദാനി ത്രീണി ദൈത്യേന്ദ്ര
സംമിതാനി പദാ മമ. അതുകൊണ്ട് അങ്ങ് അസുരന്മാരിൽ ശ്രേഷ്ഠനാണ്, ദൈത്യേന്ദ്ര എന്നാണ് വിളിക്കണേ. എന്നാലും അങ്ങ് ഇത്രയൊക്കെ ശ്രേഷ്ഠനാണെങ്കിലും എനിക്ക് എന്തേ വേണ്ടു? തസ്മാൽ അഹം വരദർഷപാൽ വരദാതാക്കളിൽ മുമ്പനായിട്ടുള്ള അങ്ങയിൽ നിന്ന് എനിക്ക് എന്തേ വേണ്ടു? ത്വത്ത അങ്ങയിൽ നിന്ന് മമ പദ സംമിതാനി ത്രീണി പദാനി, എൻ്റെ ഈ ചെറിയ കാലുകളെ കൊണ്ട് അളന്നെടുക്കുന്ന 3 അടി വരുന്ന ഈശൽ മഹിം വൃണേ, കുറച്ച് ഭൂമിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഭരിക്കുന്നുള്ളൂ പറയുകയാണ്. ധന്യത്തെ കാമയേ രാജൻ വദന്യൽ ജഗദീശ്വരൻ നൈന പ്രാപ്നോതി വൈ വിദ്വൻ യാവദർത്ഥ പരിഗ്രഹ. ഹേ രാജൻ, ജഗദീശ്വരാൽ വദന്യൽ തേ, അതായത് ലോകങ്ങളുടെ മുഴുവൻ ഏകനാഥനാണ് അങ്ങ്. പിന്നെ വദന്യനാണ്, അതായത് എന്താ വേണ്ടച്ചാൽ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരിൽ ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള അങ്ങയിൽ നിന്ന് അന്യത് എന്ന കാമയേ, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറയുകയാണ്. അതായത് എനിക്ക് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ കാമയൊന്നും ഞാൻ വേണ്ട, ഞാൻ മോഹിക്കുന്നില്ല എന്ന് പറയാണ്ട് യാവതർത്ഥ പരിഗ്രഹ വിദ്വാൻ ഹേന ന വൈ പ്രാപ്നോതി. അതായത് ഒരു അറിവുള്ള ആളെ എന്ത് ചെയ്യും? എത്ര തനിക്ക് ആവശ്യമുണ്ടോ ചുരുങ്ങി, അതാണ് അർത്ഥപരിഗ്രഹം. എത്ര ചുരുങ്ങിയതുകൊണ്ട് തനിക്ക് ആവശ്യമുണ്ടോ അതുമാത്രമേ പരിശ്രമിച്ച് നേടാൻ പാടുള്ളൂ പറയുകയാണ്. അങ്ങനെ ആൾക്കാർ പാപത്തെ ഒരിക്കലും പ്രാപിക്കില്ല എന്ന് പറയുകയാണ്. വിവേകിയായിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് എന്തേ വേണ്ടു? 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ. എനിക്ക് ധാരാളം തരാൻ കഴിവൊക്കെ ഉണ്ടായിരിക്കും, എനിക്ക് ഇത് മതി എന്ന് പറയുകയാണ്. അപ്പോഴാണ് ബലിരുവാച ഇത് കേട്ടപ്പോൾ മഹാബലിക്കൊരു പുച്ഛവും ഒക്കെയാണ്. അതാണ് അഹോ ബ്രാഹ്മണദായാത വാചസ്തേ വൃദ്ധസമ്മത ത്വം ബാലോ ബാലിജമതി സ്വാർത്ഥം പ്രത്യഹുതോ യഥാ. ബലി പറയാണ്, ഹേ ബ്രാഹ്മണദായാത. അപ്പം ബ്രാഹ്മണക്കുട്ടി തന്നെ വിളിക്കണേ. തേ വാച വൃദ്ധസമത, വലിയ വാക്ക്, വലിയ വൃദ്ധന്മാരുടെ മാതിരി പണ്ഡിതന്മാരുടെ മാതിരിയുള്ള സമതായിട്ടുള്ള വാക്കുകളാണ് അങ്ങ് കേമായിട്ട് പറയണത്. ആശ്ചര്യമായിട്ട്. പക്ഷെ എങ്ങനെയാണ്? ത്വം ബാലിശമതി, എൻ്റെ മനസ്സിന് ഇപ്പോഴും പക്വതില്ലേ? ഒരു കുട്ടികളുടെ മനസ്സപ്പോഴും പറയാണ്. കാരണം ഒരു കുമാരനാണ് നീ. കാരണം അവനവൻ്റെ കാര്യം നോക്കാൻ ഇപ്പോഴും ആയിട്ടില്ല. അതാണ് സ്വാർത്ഥം പ്രതി യഥാ അബുധ, തൻ്റെ കാര്യം നോക്കണതിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര അറിവില്ലാത്തവനാണ് അങ്ങ്. മാം വചോഭിസമാരാധ്യ ലോകാനാമേകമീശ്വരം പദത്രയം വൃണീരേയോ ബുദ്ധിമാൻ ദ്വീപദാശുഷം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വാക്കുകളെ കൊണ്ട് ഞാനാരാണ്? ലോകാനാം ഏകമീശ്വരം, ലോകത്തിൻ്റെ മുഴുവൻ ഏകനായ നിയന്താവായിട്ടുള്ള എന്നെ ഈ നല്ല വാക്കുകളെ കൊണ്ട് പൂജിച്ച് സമാരാധ്യ എന്നിട്ട് എന്താ ചെയ്യണത്? ഈശ്വരം ഒരു എന്താ ദീപദാശുഷം, ഒരു ദീപത്തെ പോലും ദ്വീപ് പോലും ദാനം ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് പറയാണ്. എന്നെ വെറും ഈ 3 അടി പദത്രയം വൃണീതേ, ഈ 3 അടി ഭൂമി മാത്രം ആരാണോ യാചിക്കുന്നത് അവൻ അബുദ്ധിമാൻ, ബുദ്ധിഹീനനാണ് എന്ന് പറയാണ് മഹാബലി ഭഗവാനോട്. നപുമാൻ മാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹതി തസ്മാത് വൃത്തികരിം ഭൂമിം പടോ കാമം പ്രതീക്ഷമേ. ഇനി ഒന്നുണ്ട്, അങ്ങക്ക് തോന്നുകയാണ് എനിക്ക് ഇത്രേ വേണ്ടു, ഇതുപോലെ അങ്ങക്ക് എന്താ വെച്ചാൽ, കാരണം എനിക്കൊരു ഭാവമുണ്ട്. എന്താണ്? വടോ ബ്രഹ്മചാരിൻ മാം ഉപവ്രജ്യ, എന്നെ സമീപിച്ചതിൽ പിന്നെ പുമാൻ ഭൂയ യാചിതും നാരിഹത്, അതായത് എൻ്റെ അടുത്ത് വന്ന് യാചിച്ചിട്ട് അയാൾ പിന്നെ വേറൊരാൾ ചെന്ന് വീണ്ടും എന്തെങ്കിലും യാചിക്കാന്ന് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് മോശത്താണ്. കാരണം ഞാൻ എൻ്റെ യാചന ചെയ്ത സാധനം കൊടുക്കാഞ്ഞിട്ടല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരാൾ യാചിച്ചു വെച്ചാൽ അയാൾക്ക് പിന്നെ ഒരിക്കലും യാചിക്കേണ്ടി വരരുത്. ആ രീതിയിലുള്ള സമ്പത്തോ എന്താ ആഗ്രഹത്തെ മുഴുവൻ തീർക്കണമെന്ന് എനിക്കൊരു നിയമം ഉണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഭവാൻ എന്ത് ചെയ്യണം? തസ്മാൽ വൃത്തികരിം ഭൂമിം കാമം മേ, തസ്മാൽ വൃത്തികരിം ഭൂമിം വടോ കാമം പ്രതീക്ഷമേ. അതുകൊണ്ട് അങ്ങയ്ക്ക് ഉപജീവനത്തിന് വേണ്ടത്ര ഭൂമിയെ യഥേഷ്ടം എന്നോട് പ്രതീക്ഷ ചോദിക്കൂ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ 3 അടി മണ്ണ് എന്ന് പറഞ്ഞാൽ ഇനിയും വേണ്ട, വാക്കൊക്കെ മാറ്റിക്കോളൂ നന്നായിട്ട്. എന്തൊക്കെ വേണ്ട വെച്ചാൽ കഴിഞ്ഞുകൂടാനുള്ള വർഗം എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ തരാം എന്ന് പറയാണ്.
ഇവിടെ ശ്രീധരാചാര്യ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ദാനശീലിൽ വെച്ച് അഗ്രഗണ്യനാണ് താൻ എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ കൂടിയിട്ട് എന്താണ് ദ്വീപത ആശുഷം എന്നാണ് അങ്ങേക്ക് കഴിഞ്ഞുകൂടെ ഒരു ദ്വീപ് കാണിച്ചാൽ തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ത്രൈലോക്യമാകുവാണെങ്കിൽ ബ്രഹ്മചാരിക്ക് കാഴ്ചവെക്കാനുള്ള ആ ആത്മസമർപ്പണ ബോധം ഒന്നും ഇപ്പോൾ ബലിക്കായിട്ടില്ല എന്നുള്ള ഒരു അത് മാത്രമല്ല ബലിക്കൊരു അഹങ്കാരഭാവം കൂടി ഉണ്ട് എന്നാണ് ശ്രീധരീയത്തിൽ പറയണത്. അതുകൊണ്ടാണ് ഭഗവാൻ ആ അഹങ്കാരം പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ പിന്നീട് വരുണവാസം കൊണ്ട് ബന്ധിക്കാനൊക്കെ കാരണം എന്നൊക്കെ ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. ശ്രീ ഭഗവാനുവാച യാവന്തോ വിഷയാ പ്രേഷ്ട തിലോക്യാം അജിതേന്ദ്രിയം ന ശക്നുവന്തി തേ സർവേ പ്രതിപൂരയിതും നൃപാ. ഹേ രാജൻ, ഭഗവാൻ അപ്പോൾ മഹാബലിയോട് പറയുകയാണ്, ത്രിലോക്യാം പ്രേഷ്ട വിഷയ യാവന്ത, ഈ 3 ലോകത്തിലുള്ള ഏറ്റവും പ്രിയങ്കരങ്ങളായിട്ടുള്ള ആ വസ്തുക്കളെ വിഭവങ്ങൾ എത്ര തന്നെ ഉണ്ടോ തേ സർവേ അവ മുഴുവനും അജിതേന്ദ്രിയം, അതായത് സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കൈവരിക്കാത്തവനെ പൂർണ്ണമായും തൃപ്തനാക്കുവാൻ ന ശക്നുവന്തി, പര്യാപ്തമല്ല. അത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതന്നെ ഭഗവാൻ മഹാബലിയോട് പറയണത്. ത്രിവിക്രമൈരസന്തുഷ്ടോ ദ്വീപേനാഭിനപൂര്യതേ നവവർഷസമേതേന സപ്തദ്വീപവരേച്ഛയാ. ത്രിവിക്രമൈ അസന്തുഷ്ട, 3 അടി മണ്ണ് കിട്ടിയതുകൊണ്ട് തൃപ്തനാവാത്തവൻ, നവവർഷസമേതേന 9 ഭൂഖണ്ഡങ്ങൾ അടങ്ങിയ ഒരു ദ്വീപ് ലഭിച്ചാലും സപ്തദ്വീപ വരേച്ഛ 7 ദ്വീപുകളും ലഭിക്കുവാനുള്ള ദുരമൂലം എന്തുണ്ടായി തൃപ്തി അടയുന്നില്ല. അവിടെ ദ്വീപ് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ദ്വീപ് കിട്ടിയാൽ ആഗ്രഹം താവും 7 ദ്വീപുകളുള്ള ഭൂമി മുഴുവൻ കിട്ടണമെന്നാവും. അങ്ങനെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നത് അതില്ലേ 10 വിട്ടുകിൽ 100 മതി എന്നുള്ള ആ ഭാവത്തിൽ അങ്ങനെ ആഗ്രഹങ്ങൾ കൂടി വരും. സപ്തദ്വീപാധിപതയോ നൃപ വൈന്യകയാദയ അർത്ഥൈ കാമൈർഗതാം കൃഷ്ണായ ഇരിനശ്രുതം. സപ്തദ്വീപാധിപത 7 ദ്വീപുകളുടെയും അധിപതികളായിരുന്ന വൈന്യഗയാദയ പൃഥു, ഗയൻ മുതലായിട്ടുള്ള രാജാക്കന്മാർ അർത്ഥൈ കാമൈ തൃഷ്ണായ അന്തം നഗത, അവർക്ക് ആർക്കും സമ്പത്ത് കൊണ്ടും ഭോഗാനുഭൂതി കൊണ്ടും ഈ ആശയുടെ അന്തം എന്നുള്ളതുണ്ടല്ലോ അവർക്ക് ആർക്കും എത്തിയിരുന്നില്ല എന്ന് പറയാണ്. എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് ഭഗവാൻ പറയാണ് ബലിയോട്. അതുകൊണ്ട് എന്ത് വേണം? എതിർച്ഛയോപവന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം നാസന്തുഷ്ടത്രിവിർലോകൈ അജിതാത്മോപസാദിതൈ. എതിർച്ഛയ എന്താ യാദൃച്ഛികമായിട്ട് കിട്ടിയത്, അതുകൊണ്ട് തൃപ്തനാകുന്നവൻ സുഖം സുഖമായിട്ട് കഴിയുന്നു. ഉപസാദിതൈ, കിട്ടിയ വസ്തുക്കൾ കൊണ്ട് ഒന്നും തൃപ്തി വരാത്ത അജിതാത്മ, ഇന്ദ്രിയങ്ങൾ ജയിക്കാത്ത അജിതേന്ദ്രിയൻ. ത്രിഭി ലോകൈന, 3 ലോകങ്ങൾ തനിക്ക് ലഭിച്ചാലും തൃപ്തനാകുന്നില്ല എന്ന് പറയാണ് ഭഗവാൻ. പുംസോയം സംസൃതേർഹേതു അസന്തോഷോർത്ഥകാമയോ യദൃച്ഛയോപവന്നേന സന്തോഷോ മുക്തയേ സ്മൃത. അർത്ഥകാമയോ അയം അസന്തോഷ, അർത്ഥം കാമം ഇവയിൽ മതിവരായ അതാണ് ഈ ഒരു ജീവന്റെ ഈ സംസാര ബന്ധത്തിനുള്ള ഹേതു കാരണം എന്നും, അതുപോലെ എതിർച്ഛയാ ഉപപന്നേന സന്തോഷ, എന്താ യാദൃച്ഛികമായിട്ട് കിട്ടിയത് അത് കൈവന്നത് അതുകൊണ്ട് സന്തുഷ്ടി ഉണ്ടാവുക എന്നുള്ളത് മുക്തിക്കും ഹേതുവാണെന്ന് സ്മൃത മഹാത്മാക്കളാൽ പറയപ്പെട്ടിരിക്കുന്നു. അതായത് എന്താ കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്ന ആൾക്കാർക്ക് അത് മുക്തിമാർഗത്തിലേക്കുള്ള മാർഗമായി തീരും. ഒരിക്കലും കിട്ടിയതുകൊണ്ട് സംതൃപ്തി വരാത്ത ആൾക്കാർക്ക് എന്താണ് വീണ്ടും അത് ബന്ധനത്തിലും കാരണമായി തീരും. എതിർച്ചാലാപതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ പ്രശമ്യത്യസന്തോഷൽ അംബസേവാശുഷുക്ഷണീ. അത് വീണ്ടും പറയുകയാണ്. എതിർച്ചാലാവതുഷ്ടസ്യ, യാദൃച്ഛികമായി ലഭിച്ചതിൽ സംതൃപ്തനാകുന്ന ഒരു ബ്രാഹ്മണന്റെ തേജസ് ഏറി വരണു എന്ന് പറയുകയാണ്. എന്നാലോ അസന്തൃപ്തി കൊണ്ട് ആ സന്തോഷം ആശുഷുക്ഷണി അഗ്നി അംബസ ഇവ,
അതായത് തീയെ എങ്ങനെ വെള്ളം കൊണ്ട് എന്ന മാതിരി പെട്ടെന്ന് കെട്ടണയുന്നു പറയാണ്. ആഗ്രഹങ്ങൾ തീരാത്ത ബ്രാഹ്മണൻ എന്താണ് കിട്ടുമ്പോഴേക്കും അത് ആഗ്രഹം നമ്മൾക്ക് വീണ്ടും അത് വെള്ളം കൊണ്ട് തീ കെടില്ലേ, അതുമാതിരി അവൻ്റെ ഐശ്വര്യവും സംതൃപ്തിയും തേജസ്സും എല്ലാം നശിച്ചു പോകുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്തേ വേണ്ടു? തസ്മാൽ ത്രീണി പദന്യേവ സിദ്ധോഹം വിത്തം യാവൽ പ്രയോജനം. അതുകൊണ്ട് ഈ ഭരതഋഷഭ, അതായത് വരദാനദാതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങിൽ നിന്ന് എനിക്ക് എന്തേ വേണ്ടു? ത്രീണി പദാനി ഏവ, ഈ 3 അടി അളവിലുള്ള എൻ്റെ കാലുകൾ അളന്നിരിക്കുന്ന മണ്ണ് മാത്രം ഞാൻ ഇതാ വരിക്കുന്നു എന്ന് പറയുകയാണ്. ഏതാവതാ ഏവ, ഇതുകൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനാണ്. വിത്തം യാവൽ പ്രയോജനം, സമ്പത്ത് എത്രയുണ്ടാവാൻ പാടൂ? അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടത്ര മാത്രമേ പാടുള്ളൂ എന്ന് ഭഗവാൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ശ്രീശുകോവാച ഇത്യുക്ത സഹസന്നാഹ വാഞ്ചാധ പ്രതിഗൃഹ്യതം വാമനായ മഹിം ദാതും ജഗ്രാഹ ജലഭാജനം. ഇങ്ങനെ അപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി പറയാണ്, ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ സമയത്ത് ഇത്യുക്ത സ ഹസൻ, അതായത് ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു പരിഹാസമുള്ള ചിരിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തു? മഹാബലി വാഞ്ചാത പ്രതിഗൃഹ്യ, ശരി അങ്ങക്ക് എന്താ ആഗ്രഹിച്ചാൽ അതായിക്കോട്ടെ, ഇതാ എടുത്തോളൂ, സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് വാമനായ മഹിംദാതും ജലഭാജനം ജഗ്രാഹ, ആ ഭൂമിയെ ആ വാമനന് ദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് 3 അടി മണ്ണ് അദ്ദേഹം എന്താ വേണ്ട ചളന്നെടുത്തോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ ജലം എപ്പോഴും ദാനം കൊടുക്കുമ്പോൾ ആദ്യം ജലപൂർവ്വം വേണം കൊടുക്കുക. അതാണ് ജലപാത്രം എടുത്തുകൊണ്ട് കയ്യിലങ്ങനെ എടുത്തു എന്ന് പറയുകയാണ്. ആ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണവേക്ഷ്മാമൃതാസ്യന്തം ഉശനാ അസുരേശ്വരം ജാനം ചികീർഷിതം വിഷ്ണു ശിഷ്യം പ്രാഹവിദാംബരാ. വിദാംബര, ജ്ഞാനികളിൽ മുമ്പനായ ഉശന ശുക്രാചാര്യൻ വിഷ്ണു ചികീർഷിതം ജാനൻ, മഹാവിഷ്ണുവിൻ്റെ ആഗ്രഹത്തെ ഉള്ളിരിപ്പിനെ അറിഞ്ഞവനായിട്ട് വിഷ്ണവേ ക്ഷ്മാം പ്രദാസ്യന്തം, വിഷ്ണുവിന് ഈ തൻ്റെ ഭൂമിയെ മുഴുവൻ ദാനം ചെയ്യുവാൻ ആരംഭിച്ച ശിഷ്യം സ്വശിഷ്യനായിട്ടുള്ള അസുരേശ്വരം അസുരരാജാവിനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി. അതായത് മഹാവിഷ്ണുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശുക്രാചാര്യർക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം മഹാവിഷ്ണുവാണ് സാക്ഷാത് വാമനെ ഭൂദാനം ഒരുങ്ങിയിട്ടുള്ള തൻ്റെ ശിഷ്യനായിട്ട് മഹാബലിയോട് ശുക്രാചാര്യ ഇപ്രകാരം പറയുകയാണ്. എന്താണ്? ശുക്രവാച ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ കശ്യപാൽ അതിഥേർജാതോ ദേവാനാം കാര്യസാധക. ശുക്രമഹർഷി പറയാണ്, വൈരോചനേ എന്നാ വിളിക്കണത്. ആ വിളിയിൽ തന്നെ ഒരു സൂചന, അതായത് വിരോചനന്റെ പുത്രനാണ് അങ്ങ്. വിരോചനൻ എന്താ ചെയ്ത കാര്യം മനസ്സിലാക്കാണ്ട് ദേവന്മാർ വന്ന് യാചിച്ചപ്പോൾ തന്നെ പ്രാണൻ തന്നെ കൊടുത്തു. അത് അപ്പനത്തെ അബദ്ധം അങ്ങേക്ക് വരരുത് എന്നുള്ള രീതിയിലാണ് പറയണത്. ആരാണ് അവൻ? സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ ഏഷ, ഇദ്ദേഹം ദേവന്മാരുടെ കാര്യം നേടാനായിട്ട് കശ്യപാൽ അതിഥേ ജാത, കശ്യപൽ പ്രജാപതിക്ക് അതിഥിയിലുണ്ടായിട്ടുള്ള നാശരഹിതനും ഭഗവാനുമായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവാണ്. പ്രതിശ്രുതം ത്വയൈതസ്മൈ യതനർത്ഥമജാനത ന സാധുമന്യേ ദൈത്യാനാം മഹാനുഭഗതോ അനയാ. അനർത്ഥം അജാനത, വരാൻ പോകുന്ന വിനയെ ആപത്തിനെ പറ്റി അറിയാത്തവനായ ത്വയ അങ്ങയാൽ ഏതസ്മൈ ഇദ്ദേഹത്തിന് പ്രതിശ്രുതം പ്രതിജ്ഞ ചെയ്യപ്പെട്ടത് ഏതോ അത് സാധു ഉചിതമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദൈത്യാനാം മഹാൻ അനയ ഉപഗത, അസുരന്മാർക്ക് വലുതായിട്ടൊരു അന്യായമാണ് ഇത് വന്നു പെട്ടിട്ടുള്ളതെന്ന് പറയുകയാണ്. കാരണം ഏഷതേ സ്ഥാനമൈശ്വര്യം ശ്രിയം തേജോ യശശ്രുതം ദാസ്യത്യാച്ഛിദ്യചക്രായ മായാമാണവകോ ഹരി. ഇദ്ദേഹം ആരാണ്? മായാമനുഷ്യ രൂപമാണെന്നുള്ള സാക്ഷാൽ ഈ ശ്രീഹരി എന്ത് ചെയ്യും? തേ സ്ഥാനം ഐശ്വര്യം ശ്രിയം, അങ്ങയുടെ സ്ഥാനം സമ്പത്ത് ലക്ഷ്മി തേജസ് പ്രതാപം ശ്രുതം വിഖ്യാതമായിട്ടുള്ള യശസ് ഇതെല്ലാം ആച്ഛിദ്യ തട്ടിപ്പറിച്ചിട്ട് ശക്രായ ദാസ്യതി ദേവേന്ദ്രന് തിരിച്ചു കൊടുക്കും.
തോന്നാം, മഹാബലിക്ക് തോന്നാം എങ്ങനെ ഈ 3 അടി മണ്ണുകൊണ്ട് എങ്ങനെ ഐശ്വര്യം മുഴുവൻ പോണത് തോന്നാം. അതാണ് പറയണത്. ഇതാ മായാമാണവകം, മായാമനുഷ്യനായിട്ട് വന്നുള്ള വിഷ്ണു ആണത് എന്ന് പറഞ്ഞില്ലേ. അതാണ് ത്രിഭിർക്രമൈരിമാൻ ലോകൻ വിശ്വകായ ക്രമിഷ്യതി സർവസ്വം വിഷ്ണവേ ദത്വാ മൂഢവർത്തിഷ്യസേ കഥം. ഹേ മൂഢ എന്നാ വിളിക്കണത് മഹാബലിയെ, ബുദ്ധിഹീനായവനെ. വിശ്വകായ ആരാണ് ഇദ്ദേഹം? വിശ്വം തന്നെ ശരീരമായിട്ടുള്ള വിഷ്ണുവാണ് ഇദ്ദേഹം. ത്രിഭിക്രമൈ 3 അടി വെപ്പ് കൊണ്ട് എന്ത് ചെയ്യും? 3 അടി മണ്ണേ പറഞ്ഞല്ലോ. പക്ഷേ ആ 3 ക്രമങ്ങളെ അടിവയ്പ്പുകളെ എന്ത് ചെയ്യും? ഈമാൻ ലോകാൻ, ഈ ലോകങ്ങളെല്ലാം ക്രമിഷ്യതി അളന്നെടുക്കുന്ന പറയുകയാണ് കേട്ടോ. സർവസ്വം വിഷ്ണവേ ദത്വ, എല്ലാം അങ്ങനെ തൻ്റേതായിട്ടുള്ള എല്ലാം ഈ വിഷ്ണുവിന് ദാനം ചെയ്തിട്ട് കഥം വർഷിത്, എനിക്ക് പിന്നെ എങ്ങനെ ജീവിക്കാനാണ് ചോദിക്കുകയാണ്. ക്രമതോ ഗാം പദൈകേന ദ്വിതീയേന ദിവം വിഭോ ഖം ച കായേന മഹതാ താർത്തീയസ്യ കുതോ ഗതി. വീണ്ടും വിസ്തരിച്ച് പറയുകയാണ് എങ്ങനെയാ അളക്കാൻ പോകണമെന്ന്. ഏകേന പദ, ഒന്നാമത്തെ അടിവയ്പ്പ് കൊണ്ട് ഗാം ഭൂമിയും, ദ്വിതീയേന രണ്ടാമത്തേത് കൊണ്ട് ദിവം സ്വർഗവും, മഹത വലുതായ കായേന ശരീരത്താൽ ഖംച അന്തരീക്ഷവും. അപ്പോൾ 3 ലോകങ്ങളും 2 അടി കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടും അങ്ങോട്ട് അളന്നെടുക്കുക. ക്രമത അളന്നുകൊണ്ട് നീങ്ങുന്ന വിഭോ വിഷ്ണുവിൻ്റെ താർത്തീയസ്യ ഗതി, 3ാമത്തെ അടിവയ്പ്പിന് സ്ഥാനം കുത എവിടെ പിന്നെ ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിഷ്ഠാം തേ നരകേ മന്യേ ഹ്യപ്രദാതു പ്രതിശ്രുതം പ്രതിശ്രുതസ്യ യോനീശ പ്രതിപാദയിതും ഭവൻ. അപ്പം എന്താ ഉണ്ടാവുക? പ്രതിശ്രുതം അപ്രദാതു, താൻ തരാമെന്ന് പറഞ്ഞുള്ള വാഗ്ദത്തമായതിനെ പ്രദാനം ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? തേ നിഷ്ഠാം നരകേഹി, അതായത് അങ്ങയുടെ സ്ഥാനം പിന്നെ എവിടെയാണ്? നരകത്തിലേക്ക് എത്തുന്നതെന്ന് പറയുകയാണ്. മന്യ എന്ന് ഞാൻ വിചാരിക്കണു. യാതൊരു അങ്ങ് പ്രതിശ്രുതസ്യ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് പ്രതിപാദയിതും അനീശ. കാരണം 3 ലോകങ്ങൾ 2 അടി കൊണ്ട് അളന്നെടുത്താൽ പിന്നെ എന്താ അങ്ങയുടെ കയ്യിൽ എന്താ ഉള്ളത് കൊടുക്കാനായിട്ട്? അപ്പം അങ്ങക്ക് ആ വാഗ്ദത്തം നിറവേറ്റിയില്ല എന്നുള്ള അസത്യം പറഞ്ഞു എന്നുള്ളത് വരും. അതുകൊണ്ട് അങ്ങക്ക് നരകത്തിൽ പോണ്ടി വരും എന്നാണ് ശുക്രാചാര്യർ പറയണത്. അതായത് സർവസ്വ ദാനം ചെയ്തു എന്നുള്ള യശസ്സെങ്കിലും ബാക്കിയുണ്ടാവും, അതുകൊണ്ടാവില്ല. കാരണം നുണ പറഞ്ഞു, ദാനം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ അത് കഴിഞ്ഞുള്ളതുകൊണ്ട് ആ യശസ്സും കൂടി ബാക്കി നിൽക്കില്ല എന്നാണ് ശുക്ര മഹർഷി പറയണത്. തദ്ദാനം പ്രശംസന്തി യേന വൃത്തിർവിഭദ്യതേ ദാനം യജ്ഞസ്തവ കർമ്മ ലോകേ വൃത്തിമതോ യഥാ. വരി ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. വൃത്തി യേന വിഭദ്യതേ, അവനവൻ്റെ ഉപജീവമാർഗം ഏതുകൊണ്ട് അപകടത്തിലാകുന്നുവോ തദ്ദാനം, അപ്രകാരമുള്ള ദാനം എന്ന പ്രശംസന്തി ആരും പുകഴ്ത്തി പറയാറില്ല എന്ന് പറയാണ്. യഥാ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിമത ഉപജീവനത്തിന് വഴിയുള്ളവന് മാത്രമേ ലോകത്തിൽ ദാനം യജ്ഞ തപ കർമ്മ, ദാനവും യജ്ഞവും തപസ്സും സൽക്കർമ്മങ്ങളും ഒക്കെ സാധ്യമാകൂ. കയ്യിലുള്ള മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ജീവിക്കാൻ കൂടി വകയില്ലാണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെ ആരും ശ്രേഷ്ഠമായിട്ട് പറയാറില്ല എന്ന് പറഞ്ഞാൽ അത്തരം ദാനത്തിന് ധർമായ യശസ്യാർത്ഥായ കാമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം യാമുത്രജമോദതേ. നല്ല അറിവുള്ള വിവേകിയായിട്ടുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടത്? ആ ധർമായ ധാർമ്മിക വിഷയത്തിനും, യശസ്സേ സൽപ്പേരിനും, അർത്ഥായ കുറച്ച് സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും, കാമായ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സുഖാനുഭവത്തിനും, സ്വജനായ തൻ്റെ ബന്ധുക്കൾക്കായിട്ടും, ഇങ്ങനെ തൻ്റെ സമ്പത്തിനെ ഇങ്ങനെ 5 തരത്തിൽ വിഭജിച്ചിട്ട് പങ്കിടുന്ന ആളുണ്ടല്ലോ, അവൻ അമുത്രജ ഇഹലോകത്തിലും പരലോകത്തിലും സുഖം അനുഭവിക്കും എന്ന് പറയുകയാണ്. അല്ലാതെ മുഴുവനായിട്ട് കൊടുത്താൽ സുഖമൊന്നും ഉണ്ടാവാൻ പോണില്ല. പിന്നെയോ അത്രാപി ബഹ്രുജൈർഗീതം ശൃണുമേ സുരസത്തമ സത്യം ഓമിലിയൽ പ്രോക്തം എന്നിത്യാഹാനൃതം ഹിതൽ. അതുമാതിരി അസുരപുങ്കവ അസുരശ്രേഷ്ഠ അത്ര കവി ഈ വിഷയത്തിലാകട്ടെ ബഹ്രുജ എന്ന വേദവചനങ്ങൾ, അനവധി വേദവചനങ്ങൾ ഉണ്ടെന്ന് പറയാണ്. എന്ത് മേ ശൃണു, ഞാൻ എന്നിൽ നിന്ന് കേട്ടത് എന്താണ്? ഓം ഇതി യത് പ്രോക്തം,
ഓം എന്ന് പറഞ്ഞ് യാതൊന്ന് ഉച്ചരിക്കപ്പെടുന്നുവോ തൽ സത്യം അത് സത്യമായിട്ട് എന്ന് പറയാണ്. ന ഇരി യാതൊന്ന് ആകെ ഉച്ചരിക്കപ്പെടുന്നുവോ തത് ആയത് അനർത്ഥം അസത്യവുമത്രേ എന്നാണ്. എന്താണ് ഓം എന്ന് പറഞ്ഞാൽ ശരി എന്നാണ് അർത്ഥം, ന എന്ന് പറഞ്ഞാൽ അത് അസത്യമായി തീരുന്നു പറയാണ്. അപ്പോൾ എന്താണ് സത്യം പുഷ്പഫലം വിദ്യാൽ ആത്മവൃക്ഷസ്യ ദീയതേ വൃക്ഷേ ജീവതി തന്നസ്യൽ അനൃതം മൂലമാത്മനാ. സത്യം. അപ്പോൾ ഈ സത്യത്തിൻ്റെ എന്താ മഹത്വം? സത്യത്തെ ആൽപവൃക്ഷസ്യ പുഷ്പഫലം വിദ്യാൽ, ആ ശരീരമാകുന്ന ഒരു വൃക്ഷത്തിൻ്റെ പുഷ്പഫലമായിട്ട് അറിയേണ്ടതാണ് സത്യത്തിന് എന്നാണ്. പിന്നെയോ ആ വൃക്ഷേ ദേഹമാകുന്ന വൃക്ഷം ജീവിക്കാതിരിക്കുമ്പോൾ പുഷ്പഫലം ഉണ്ടാവുകയും വൃക്ഷം തന്നെ നശിച്ചു പോയി എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പുഷ്പഫലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആത്മന മൂലം അനൃതം അസത്യം. അപ്പോൾ എന്താണ് ഇപ്പം ഇവിടുത്തെ കാര്യത്തിൽ ആ വൃക്ഷം നശിക്കാതിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഒരു അസത്യം പറയുന്നേ വേണം. അപ്പോൾ ആലോചിച്ച് നോക്കി, എന്താണ് ആ ജീവവൃക്ഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മൂലം? എന്താണ്? അസത്യം എന്നുള്ളതാണ്. ലൗകികമായിട്ടുള്ള വിഷയത്തിൽ അങ്ങനെയല്ലേ? അവിദ്യ അസത്യമായിട്ടുള്ളതിനെ സത്യമാണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്, ജീവിതം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇത് സത്യം ഏതാ ബ്രഹ്മം മാത്രമെന്ന് മനസ്സിൽ കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ ഇല്ല. അങ്ങനെയുള്ള അതാണ് ഋഗ്വേദത്തിന് അതിനെ ശുക്രമഹർഷി ഈ രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. തദ്യഥാ വൃക്ഷ ഉന്മൂല ശുഷ്യത്യുദ്വർത്തതേ ചിരൽ ഏവം നഷ്ടാനൃതസദ്യ ആത്മാ ശുഷ്യന്ന സംശയ. ഉന്മൂല വൃക്ഷ. അപ്പം അസത്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക? വൃക്ഷം ചൂഴിച്ച് അതിൻ്റെ വേര് അറ്റുപോവും. അങ്ങനെയുള്ള വൃക്ഷം എന്തുണ്ടാവും? ശുഷ്യതി, ഉണങ്ങുന്നു. ആ ചിരാൽ എന്തുണ്ടാവും? അധികം താമസിയാതെ അത് മറിഞ്ഞ് വീഴും ചെയ്യുമെന്ന് പറയുകയാണ്. അതേ എപ്രകാരമോ അപ്രകാരം അനൃതത്തോട് വേറിട്ട ആത്മാ ശരീരവും സദ്യ താമസം വിനാ ശുഷ്യയിൽ ശോഷിക്കുന്നതാണ് സംശയമില്ല എന്ന് പറയുകയാണ്. അതായത് പരമാർത്ഥ സത്യം അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അനൃതത്തിന് സ്ഥാനമില്ല. അനൃതം അപ്പോൾ അനൃതം കൊണ്ടാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ അനൃതം പോയി കഴിഞ്ഞ് സത്യം മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ആത്മാവും പിന്നെ ശോഷിച്ചു പോവും, അത് ഭഗവാനായിട്ട് ചേരും, സംശയമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ജീവിതം നിലനിൽക്കണമെന്ന് വെച്ചാൽ എന്താ വേണ്ടത്? പരാരിക്തമപൂർണം വാ അക്ഷരം യത്രതോമിതി യൽകിഞ്ചിൽ ഓമിതി ബ്രൂയൽ തേനരിച്ഛേദവൈ പുമാൻ ഭിക്ഷവേ സർവമോങ്കുറുവൻ നാലം കാമേന ചാത്മനേ. ഓം ഇതി അക്ഷരം യത് തത്. ഓം എന്നുള്ള ഈ അക്ഷരം ഏതോ അത് പരാഗ് തലതിരിഞ്ഞതോ രിക്തം വൈ അർത്ഥശൂന്യമോ അപൂർണമോ ആകയാൽ യൽക്കിഞ്ചിൽ ഏതെങ്കിലുമെന്ന് ഓം ഇതി ഓം എന്ന് തരാം എന്ന് ബ്രൂയാൽ വ്യക്തമായി പറഞ്ഞാൽ പുമാൻ തേന ആ വസ്തുവിനാൽ ഇരിച്ചേത വേറിട്ടവനാകും. അതായത് ഓം എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ അല്ലാണ്ടായി തീരും, ദാനത്തിൻ്റെ ഒരു ഭാഗമാണത്. അത് വേറൊരാളെ ആയി തീരും കയ്യിൽ നിന്ന്. അപ്പം അതുകൊണ്ട് സർവം ഭിക്ഷവേ ഓങ്കുറുവൻ. അപ്പം എല്ലാം ഭഗവാന് ഈ ഭിക്ഷുവിന് കൊടുത്ത് ശരിവെച്ച് കൊടുക്കുന്നവൻ ആത്മനേ കാമേന ന അലം. അതായത് പിന്നെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് വേണ്ടുന്ന ഭോഗസാധനങ്ങൾ കിട്ടില്ല, സ്വയം പര്യാപ്തനാവാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതൈതൽ പൂർണ്ണമഭ്യാത്മം യച്ച നിത്യമൃതം വച സർവം നിത്യമൃതം ബ്രൂയാൽ സ ദുഷ്കീർത്തിശ്വസൻമൃത. എന്നാൽ ന ഇതി ഇല്ല എന്ന്, അതായത് അനൃത വാക്കുണ്ട് അസത്യവചനം ഏതോ അത് പൂർണ്ണമാകുന്നു പറയാണ്. അഭ്യാൽപം അന്യൻ്റേത് കൂടി തന്നിലേക്ക് ആകർഷിക്കുന്നതാണ് അതെന്ന് പറയുകയാണ്. സർവം ന ഇതി എങ്കിലും ഒന്നുമില്ലെന്ന് ബ്രൂയാൽ പറഞ്ഞാൽ അവൻ ദുഷ്കീർത്തിമാനും ശ്വസിക്കുന്നുണ്ടെങ്കിലും മൃതനും ആണ്. അതായത് ഒരു യാചകനോട് ഓം എന്ന് പറഞ്ഞാൽ പിന്നെ തൻ്റെ ഉപജീവനത്തിന് എന്താ അവശേഷിക്കുക. അതേ സമയത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമാണ്. അപ്പം എന്താണ്? അന്യൻ്റെ ഇത് കൂടി തന്നിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുകയാണ്. ഉണ്ടായിട്ടില്ലെന്ന് നുണ പറയുന്ന ആൾ ശ്വസിക്കുന്നു എന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നുണ പറയുന്ന മാതിരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നിൻ്റെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ തരില്ല അങ്ങനെ പറഞ്ഞോളൂ പറയുകയാണ്. ആ ശുക്രമഹർഷി തൻ്റെ ശിഷ്യനെ രക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ പറഞ്ഞെല്ലാം ഒരുതരം ആപദ്ധർമ്മമാണ്. സാധാരണഗതിയിൽ ഇതൊന്നും അനുഷ്ഠേയല്ല എന്ന് പറയുകയാണ്. സ്ത്രീഷു നർമ്മ വിവേച
വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാൽ ജുഗുപ്സിതം. അതായത് നേരത്തെ പ്രേരിപ്പിച്ചു, അസത്യം പറഞ്ഞോളൂ, വിരോധമില്ല, എന്നാലും ജീവിക്കാൻ പറ്റൂ. കാരണം ജീവിതമാർഗത്തിന് അസത്യം വേണം എന്നുള്ളത്. ഇനി അതിനെ വീണ്ടും സാധൂകരിക്കുകയാണ്. അതായത് അത്ര വലിയ വിഷമിക്കാനൊന്നുമില്ല അസത്യം പറയാൻ. എങ്ങനെയാകുമ്പോൾ സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടിയുള്ള ചില സന്ദർഭങ്ങളിലെ അതുമാതിരി നർമ്മവിവാഹേ, നേരം പോക്ക് പറയുമ്പോഴും അതുമാതിരി ഒരു വധൂവരന്മാരുടെ ഒരു വിവാഹ അവസരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് അവരെ പുകഴ്ത്തുന്ന സമയത്തും, വൃത്യർത്ഥേ ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സമയത്തും, പ്രാണസങ്കട ജീവാപായം വരാൻ ഇടയുള്ള സമയത്തും, ഗോബ്രാഹ്മണാർത്ഥേ പശുക്കളെയും ബ്രാഹ്മണരെയൊക്കെ രക്ഷിക്കുവാൻ ഉദ്ദേശിച്ചും, ഹിംസാ വിഷയത്തിലും ആനൃതം ജുഗുപ്സിതം നസ്യാൽ കളവ് ഒരു നുണ പറഞ്ഞു എന്നുള്ളത് നിന്ദ്യമായിട്ട്, അതായത് ജുഗുപ്സിതം ലജ്ജാവഹമായിട്ട് കരുതേണ്ട ആവശ്യമില്ല എന്ന്. നല്ലതാണെന്നല്ല പറഞ്ഞത്, അത്ര വലിയ ലജ്ജിക്കാനില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് അവനെൻ്റെ പ്രാണൻ അപകടത്തിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നല്ല വിവാഹം ഞങ്ങൾ തമാശയായിട്ട് പശുക്കളെ ബ്രാഹ്മണരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അധർമ്മം പറഞ്ഞു വെച്ചാൽ അതിനത്ര വലിയ കുഴപ്പമില്ല, മോശമായിട്ട് കരുതണ്ടെന്നാണ് ശുക്രമഹർഷി ഇവിടെ പറയണത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ ഏകോനവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.